രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്തു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പ്രകാശനം നിർവഹിച്ചു. പുതിയ കാലത്ത് തലമുറ വഴിതെറ്റിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. യൗവനത്തെ ശരിയായ ദിശയിലെത്തിക്കാൻ അവരുടെ ഊർജത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ഒരു ഉപാധിയെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 25 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ സുവനീർ കമ്മിറ്റിയുടെ സംഘാടകനാരായിരിക്കും ഈ ഓഡിയൻസിനകത്ത് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാ വളണ്ടിയർ ആയിരിക്കും. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നിരാശപ്പെടേണ്ട, വളണ്ടിയറായി പ്രവർത്തി അടുത്ത 25 കൊല്ലം പോലും നിങ്ങളായിരിക്കും ഇതിന്റെ മേൽപ്പത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ 25 കൊല്ലത്തെ ഗ്യാപ്പാണ്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പെരുങ്കളിയാട്ടമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഉത്സവമുണ്ട്, എല്ലാ വർഷവും. വി ഗോപാലൻ, പി കുമാരൻ, എ വി കുഞ്ഞിരാമൻ, കുണ്ടാരണ്ട് ഗോവിന്ദൻ, കെ കുഞ്ഞികൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ എന്നിവർ ഏറ്റുവാങ്ങി. സുവനീർ കമ്മിറ്റി ചെയർമാൻ ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ ഡോക്ടർ വി മുസ്തഫ സുവനീർ പരിചയപ്പെടുത്തി. സുവനീർ കമ്മിറ്റി കൺവീനർ സി ദാമോദരൻ, ജോയിന്റ് കൺവീനർ എ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സുവനീർ ഒരുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.